മലയാള സിനിമയ്ക്ക് കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള സ്ഥലമാണ് GCC. ഇന്ത്യയിലെ മറ്റേത് ഭാഷയേക്കാളും കൂടുതൽ കളക്ഷനുമായി GCCയിൽ മലയാളം സിനിമ കുതിക്കുകയാണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് GCC ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമകളെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 10 മലയാള സിനിമകളെ കുറിച്ച്. ഏത് മലയാള സിനിമയാണ് GCC ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത്? ലോകയാണോ, അതോ തുടരും എന്ന ചിത്രമാണോ, അതോ മഞ്ഞുമൽ ബോയ്സ് ആണോ? എന്തായാലും നമുക്ക് വിശദമായി പരിശോധിക്കാം. നമസ്കാരം, ഏതം ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. 10ാം സ്ഥാനത്തുള്ളത് ബ്ലെസ്സി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ, അമല പോൾ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ആടുജീവിതം എന്ന ചിത്രമാണ്. ഈ ചിത്രം മലയാളി ഹൃദയം കീഴടക്കിയ ഒരു ചിത്രമാണ്. ഇതിന്റെ പ്രമേയം അത്രമേൽ നൊമ്പരപ്പെടുത്തുന്ന ഒരു പ്രമേയം കൂടിയായിരുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. GCC ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം നേടിയത് $3.80 മില്യൺ, അതായത് ഏകദേശം 31.5 കോടി രൂപ. ആടുജീവിതം എന്ന ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഈ ചിത്രം സൗദി അറേബ്യയിൽ പ്രദർശന വിലക്കുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു. GCC ബോക്സ് ഓഫീസ് എന്ന് പറയുമ്പോൾ ആടുജീവിതത്തിന്റെ കാര്യത്തിൽ സൗദി അറേബ്യൻ ബോക്സ് ഓഫീസിനെ മാറ്റിവെച്ചുകൊണ്ടാണ് ഈ ചിത്രം 31.5 കോടിയോളം രൂപ GCC ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത്. 9ാം സ്ഥാനത്തുള്ളത് ഭീഷ്മപർവം എന്ന ചിത്രമാണ്. അമൽ നീരദ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി, ശ്രീനാഥ് ബാസി, ഷൈൻ ടോം ചാക്കോ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രം GCC ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഏകദേശം $4.23 മില്യൺ. ഏതാണ്ട് 35 കോടി രൂപയോളം ഈ ചിത്രം GCC ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കി. 8ാം സ്ഥാനത്തുള്ളത് ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശം എന്ന ചിത്രമാണ്. കേരളത്തിൽ വലിയ ഹിറ്റായ ഈ ചിത്രം GCCയിലും വലിയ ഹിറ്റായിരുന്നു. ഏതാണ്ട് $4.26 മില്യൺ ഈ ചിത്രം GCC ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത്. അതായത് ഏകദേശം 35 കോടി 3 ലക്ഷം രൂപ. 7ാം സ്ഥാനത്തുള്ളത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രമാണ്. ഈ ചിത്രം GCC ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഏകദേശം $4.86 മില്യൺ, അതായത് ഏകദേശം 40 കോടി 4 ലക്ഷം രൂപയോളമാണ് ഈ ചിത്രം GCC ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത്. 6ാം സ്ഥാനത്തുള്ളത് 2016 വൈശാഖ് സംവിധാനം ചെയ്ത് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച പുലിമുരുകൻ എന്ന ചിത്രമായിരുന്നു. ഈ ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത, മലയാളത്തിലെ ആദ്യമായി 100 കോടി നേടിയ ചിത്രം പുലിമുരുകൻ എന്ന ടോമിച്ചൻ മുളകപാടം നിർമ്മിച്ച ഈ ചിത്രമായിരുന്നു. ഈ ചിത്രം കേരളത്തിലെ പോലെ തന്നെ GCC ബോക്സ് ഓഫീസിലും വലിയ ഹിറ്റായ ഒരു ചിത്രം കൂടിയായിരുന്നു. GCC ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം സ്വന്തമാക്കിയത് ഏകദേശം $4.91 മില്യൺ, ഏകദേശം 40 കോടി 8 ലക്ഷം രൂപ. 5ാം സ്ഥാനത്തുള്ളത് 2018 എന്ന സിനിമയാണ്. ഈ ചിത്രം കേരളത്തിലും വലിയ ചർച്ചാ വിഷയമായിരുന്നു. 2018 കേരളത്തിൽ സംഭവിച്ച ഒരു പ്രകൃതി ദുരന്തത്തിനെ ആസ്പദമാക്കി എടുത്തിട്ടുള്ള ഈ ചിത്രം കേരള പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് മലയാളി പ്രേക്ഷകർക്ക് വലിയ രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചിത്രം കൂടിയായിരുന്നു. ഈ ചിത്രം നിർമ്മിച്ചത് വേണു കുന്നപ്പള്ളിയായിരുന്നു. എന്തായാലും കേരളത്തിൽ വലിയ ഹിറ്റായ ഈ ചിത്രം GCC ബോക്സ് ഓഫീസിലും വലിയ തരംഗമാണ് ഉണ്ടാക്കിയത്. GCC ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം സ്വന്തമാക്കിയത് ഏകദേശം $5.64 മില്യൺ ആയിരുന്നു, അതായത് 46 കോടി 80 ലക്ഷം രൂപയോളം. വലിയ രീതിയിലുള്ള വിജയമാണ് കേരളത്തിലെ പോലെ തന്നെ GCC ബോക്സ് ഓഫീസിലും ഈ ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. 4ാം സ്ഥാനത്തുള്ളത് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ, മഞ്ജു വാര്യർ എന്നിവർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ലൂസിഫർ എന്ന ചിത്രമാണ്. മലയാളത്തിലെ പൊളിറ്റിക്കൽ ത്രില്ലറായ ഈ ചിത്രം കേരളത്തിൽ വലിയ വിജയമാണ് നേടിയെടുത്തത്. അതുപോലെ തന്നെ GCCയിലും വലിയ രീതിയിലാണ് ഈ സിനിമ സ്വീകരിക്കപ്പെട്ടത്. ഏതാണ്ട് $5.70 മില്യൺ ഈ ചിത്രം GCC ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത്, അതായത് 47 കോടി 30 ലക്ഷം രൂപയോളം. 3ാം സ്ഥാനത്തുള്ളത് തുടരും എന്ന ചിത്രമാണ്. തരുൺമൂർത്തി സംവിധാനം ചെയ്ത് M രഞ്ജിത്ത് നിർമ്മിച്ച ഈ ചിത്രത്തിൽ മോഹൻലാലും ശോഭനയുമായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കേരളത്തിൽ വലിയ രീതിയിലാണ് ഫാമിലി ഓഡിയൻസ് ഉൾപ്പെടെ നെഞ്ചിലേറ്റിയത്. അതുപോലെ തന്നെ GCC ബോക്സ് ഓഫീസിലും വലിയ രീതിയിലാണ് ഈ ചിത്രം സ്വീകരിക്കപ്പെട്ടത്. ഏതാണ്ട് GCC ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം നേടിയെടുത്തത് $6.95 മില്യൺ, അതായത് ഏകദേശം 57 കോടി 80 ലക്ഷം രൂപ. 2ാം സ്ഥാനത്തുള്ളത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രമാണ്. ഇതിനോടകം തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി ഏറ്റവും വലിയ ഹിറ്റായ ഈ ചിത്രം GCC ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റായി മാറിയിരുന്നു. പക്ഷേ GCC ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ എന്ന റെക്കോർഡ് ഒരു പക്ഷേ നിർഭാഗ്യവശാൽ ലോക എന്ന ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചില്ല. അരുൺ ഡൊമിനിക് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചത് ദുൽഖർ സൽമാൻ ആയിരുന്നു. GCC ബോക്സ് ഓഫീസിൽ നിന്നായി ഈ ചിത്രം കളക്ട് ചെയ്തത് ഏകദേശം $8.51 മില്യൺ,
അതായത് 70,60,00,000 രൂപയോളം. വലിയ രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം GCC ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഒന്നാം സ്ഥാനത്തുള്ളത്, അതായത് GCC ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ എന്ന റെക്കോർഡ് നിലവിലുള്ളത് എമ്പുരാൻ എന്ന ചിത്രത്തിനാണ്. 2025 പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മുരളി ഗോപി സ്ക്രിപ്റ്റ് എഴുതി മോഹൻലാൽ, മഞ്ജു വാര്യർ, പൃഥ്വിരാജ് സുകുമാരൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ സിനിമ കേരളത്തിൽ വലിയ രീതിയിലുള്ള ഹിറ്റായിരുന്നു. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സാമൂഹിക വിവാദങ്ങളും ഈ ചിത്രം കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ടാക്കിയിരുന്നു. എങ്കിൽ പോലും GCC ബോക്സ് ഓഫീസിൽ വലിയ രീതിയിലാണ് ഈ ചിത്രം സ്വീകരിക്കപ്പെട്ടത്. അതിന് പല കാരണങ്ങളുണ്ടാകാം. ഒന്നാമത്തെ കാരണം, ലൂസിഫർ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് എന്ന നിലയിലാണ് ഈ ചിത്രം നമുക്ക് മുന്നിൽ വന്നത്. എന്തായാലും GCC ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം ഏകദേശം $9.72 മില്യൺ സ്വന്തമാക്കിയത്. വലിയൊരു എമൗണ്ട് ആണിത്. വലിയ രീതിയിലുള്ള കളക്ഷൻ GCC ബോക്സ് ഓഫീസിൽ നിന്ന് എമ്പുരാൻ എന്ന ചിത്രം എടുത്തു കഴിഞ്ഞിരുന്നു എന്ന് കളക്ഷൻ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രത്തിന്, ഏറ്റവും വലിയ വിജയ ചിത്രത്തിന് GCC ബോക്സ് ഓഫീസിൽ എമ്പുരാൻ എന്ന ചിത്രത്തെ മറികടക്കാൻ സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 10 ചിത്രങ്ങളാണ് GCC ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമകൾ. ഒരു പക്ഷേ വരും സിനിമകൾ ഇതിനേക്കാൾ കൂടുതൽ കളക്ഷൻ നേടിയേക്കാം. എന്തായാലും GCC ബോക്സ് ഓഫീസിനെ സംബന്ധിച്ച്, മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ഇതിനോടകം തന്നെ GCC ബോക്സ് ഓഫീസിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പറഞ്ഞ 10 ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് ദയവായി കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം.